church family. കുടുംബത്തിന് പ്രത്യേകിച്ചും സന്തോഷകരമായ ഒരു ശബ്ദം നേർന്നുകൊള്ളുന്നു. I thank both the choirs, English choir and the special song. English choir, of course, spoke about the sovereignty of God and praising God, and the Malayalam choir spoke about the sovereignty of God, and the English choir said about resting in His faithfulness. രണ്ട് കോയറുകൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇംഗ്ലീഷ് കോയറും മലയാളം കോയറും അവർ ആരംഭിച്ചതായ ഗാനത്തിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. അവർ രണ്ട് ഗാനങ്ങളും ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തെ എടുത്ത് കാണിക്കുന്ന വിധത്തിൽ ആയിരുന്നു ആ പാട്ടുകൾ ആരംഭിച്ചത്. ഇന്ന് വചനം സംസാരിക്കാൻ ഈ അവസരം എനിക്ക് നൽകിയതോടെ ഞാൻ പ്രത്യേകം നന്ദിയുള്ളവരാണ്. ഇന്നത്തെ വചന ധ്യാന വിഷയം എന്നത് ഒരു സ്ത്രീ, വിശ്വാസം, പ്രാർത്ഥന എന്നുള്ളതാണ്. Today as we stand here, we are safe here, but we are faced with the tragic last events that are taking place before us. നമ്മുടെ കൺമുൻപിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ അതിഭയങ്കരമായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ കൂടുതൽ ചെയ്യുന്നത്. Matthew chapter 24 verses 6 and 7 says, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. For you will hear of wars and rumors of wars. See that you are not troubled. And nations will rise against nations, and kingdom against kingdoms, and there will be famines, pestilences and earthquakes in various places. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശൂറികളെയും കുറിച്ച് കേൾക്കും. ഞാൻ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-7 വാക്യങ്ങൾ ആണ്. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനം അല്ല. Also, as you see, the knowledge is increasing everywhere. Artificial intelligence is there everywhere, and we are living in a world of deception and lies, a world which is in opposition to God. നാം ഇന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആണ് എന്നത് നാം എല്ലാവരും മനസ്സിലാക്കണം. In these end times, Christians are called to exercise, and their faith is challenged to the utmost degree. ഈ അന്ത്യകാലത്ത് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ വിശ്വാസം കാസൂക്ഷിക്കുകയും ഇതിനെ ഒരു വെല്ലുവിളിയായിട്ട് കാണുകയും ചെയ്യേണ്ടിയിരിക്കുകയാണ്. So what is this faith? Faith is the very foundation of the Christian life, the very existence of the Christian life. അങ്ങനെയാണ് എങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം എന്നത് ക്രിസ്തീയ ജീവിതത്തിൽ അധിഷ്ഠിതമായ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. It is a confident conviction that we believe that there is a sovereign, omnipresent, omnipotent God who is the creator of this universe and who is in control of all things and who doesn't change and who knows the beginning from the end. നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, പരമാധികാരി ആയ ഒരു ദൈവം, ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും നടത്തിപ്പുകാരനും ആയ സകലത്തിന്റെയും അധികാരിയായ ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ ദൈവത്തിൽ നാം എല്ലാവരും നമ്മുടെ വിശ്വാസം അർപ്പിക്കേണ്ടിയിരിക്കുകയാണ്. He is a faithful God who will fulfill all the promises that are written in the scriptures. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തിച്ചു തരുവാൻ തക്കോണം അവൻ വിശ്വസ്തനാണ്. That is a gracious, loving Father who will supply all our needs in this time as we walk with Him. നാം അവനോടൊപ്പം നടക്കുകയാണെങ്കിൽ അവന്റെ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റി തരും. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. Believing that Jesus Christ is the Son of God who came to this world to die for our sins, and if we confess our sins, He will give us salvation and redemption through His blood. നമ്മുടെ പാപങ്ങൾക്കായി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമുഖത്തേക്ക് വരികയും നമുക്ക് പാപങ്ങൾക്ക് വേണ്ടി യാഗമാകുകയും ചെയ്തു. നാം ആ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മെ നടത്തും. That this is our earthly existence as we walk in this world, and there is a heavenly home prepared for us. നാം ഈ ലോകത്തിൽ
ജീവിക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, അവൻ നമുക്ക് വേണ്ടി ഒരു നല്ല ഒരു ജീവിതം ഒരുക്കിയിരിക്കുകയാണ്. 2 Corinthians chapter 5 verse 1 says, 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. For we know that if our earthly home, this tent, is destroyed, we have a building from God, a home not made with hands, eternal in the heavens. 2 Corinthians 5:1. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ പ്രകാരം കാണുന്നു. കൂടാരമായ തങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയ കൈപ്പണി അല്ലാത്ത നിത്യഭവനം ആയി ദൈവത്തിന്റെ ദാനം ആയ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. So actually, I just missed the slide of the last year's events. So some of the last year events, as we see wars and rumors of wars, you can see these events all took place on March 3rd. That is the blood moon, then all the planets in one line, planetary alignment. Then the wars were started, Israel and America against Iran, and then the festival of the Purim, where Esther actually prayed. Festival came up in Israel, where Esther prayed, fasted and prayed before going into the Persian king. So these are all the events that took place on March 3rd. So we know that we are in the end times, and we need to exercise our faith. ഈ അന്ത്യകാല സംഭവങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് ക്രമീകരിച്ചു. നിങ്ങൾ നോക്കുമ്പോൾ ലോകത്തിൽ ഈ അടുത്ത സമയത്ത് സംഭവിച്ചതായ പല കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇവയെല്ലാം നാം മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം ജീവിക്കുന്നത് ഈ അന്ത്യകാലത്ത് ആണ് എന്നത് നമ്മെ ഓർപ്പിക്കുകയാണ്. Today's devotion text is taken from Hebrews chapter 4 verses 14 to 16. ഇന്നത്തെ ധ്യാന വിഷയം എടുത്തിരിക്കുന്നത് എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ളതായ വേദഭാഗം. 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ളതായ വേദഭാഗത്തിൽ നിന്നാണ്. Therefore, since we have a high priest who has ascended into heaven, Jesus the Son of God, let us hold firmly to the faith we profess. For we do not have a high priest who is unable to sympathize with our weakness, but one who has been tempted in every way, just as we are, yet he did not sin. Let us then approach God's throne of grace with confidence, so that we may receive mercy and find grace to help us in our time of need. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ പുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിനും നമുക്ക് തുല്യം ആയി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. In today's devotion, let us touch upon 2 powerful stories of faith in the Bible. ഇന്നത്തെ ധ്യാനത്തിന് ബൈബിളിലുള്ളതായ നല്ല ശക്തിയേറിയ ചില ജീവിതാനുഭവങ്ങൾ, കഥകൾ നമുക്ക് ചിന്തിച്ചു നോക്കാം. Let us open our Bibles to Matthew chapter 15, verses 21 to 25. Matthew chapter 15, verses 21 to 25. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ ഉള്ളതായ വേദഭാഗം നമുക്ക് ഇന്ന് വായിച്ച് ധ്യാനിക്കാം. This is the story of the Canaanite woman who showed great faith. ഇത് നല്ല വിശ്വാസം വച്ചു പുലർത്തിയ കനാന്യ സ്ത്രീയുടെ ഒരു കഥയാണ്. Now, verse 21 says, Then Jesus went out from there and departed to the region of Tyre and Sidon. 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യേശു അവിടെ വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. This Tyre and Sidon are actually heathen countries which are now in present Lebanon. ഈ സീദോൻ എന്ന് പറയുന്നത്
ജാതികളുടെ ഒരു ദേശമാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ലെബനൻ എന്നാണ്. Now let us go to verse 22. 22ാം വാക്യം. And behold, a woman of Canaan came from that region and cried out to him, saying, Have mercy on me, O Lord, son of David. My daughter is severely demon possessed. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. So this Canaanite woman had a sick daughter who was tormented with evil spirits. ഈ കനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചു കഴിയുകയായിരുന്നു. Now in those days, Canaanites were enemies of Jews and Israelites. But this woman did not care about her religious or cultural differences. She had heard of Jesus of Nazareth, the master healer, who cast out demons and performed many miracles. She tried everything and she was desperate for a cure. കനാന്യർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എബ്രായർ അല്ലെങ്കിൽ യഹൂദന്മാരുമായി ശത്രുതയിൽ ആയിരുന്നു. എന്നാൽ ആ ശത്രുത കണക്കിൽ എടുക്കാതെ ഈ സ്ത്രീ വന്ന യേശുവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. So she says, she cried out saying, Have mercy on me. So faith cries out. When we are in desperate situations, we cry out. അവർ യേശുവിന്റെ സന്നിധിയിൽ വന്ന്, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ച് അപേക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നാം നിരാശയിൽ പ്രയാസങ്ങൾ ആകുന്നതായ സമയം നാം ഇതേപോലെ ദൈവത്തോട് നിലവിളിക്കും. This woman just told Jesus her problem. She didn't ask for any solution. ഈ സ്ത്രീ യേശുവിന്റെ സന്നിധിയിൽ അവരുടെ പ്രശ്നം എന്താണോ അത് അവതരിപ്പിച്ചു. എന്നാൽ അതിനൊരു പരിഹാരം അവിടെ കണ്ടില്ല. How often we come to God with all sorts of solutions, but we don't tell Him our problems. പലപ്പോഴും നാം എല്ലാ വിധമായ പരിഹാര മാർഗങ്ങളും ആയി നാം യേശുവിന്റെ സന്നിധിയിൽ വരുന്നു. എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നത് നാം മനസ്സിലാക്കുന്നില്ല, അവതരിപ്പിക്കുന്നില്ല. And then something extraordinary happened. വീണ്ടും ഇവിടെ കുറച്ചുകൂടെ അധികമായിട്ട് എന്തോ സംഭവിക്കുന്നത് കാണും. Verse 23. 23ാമത്തെ വാക്യം. And Jesus answered her not a word. യേശു അവളോട് ഒന്നും പറഞ്ഞില്ല. Jesus was silent. യേശു നിശബ്ദനായി നിൽക്കുകയാണ്. Sometimes when we ask our requests to God, does He remain silent? ചിലപ്പോൾ നാം നമ്മുടെ അപേക്ഷകളുമായി ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ മൗനമായിരിക്കുകയാണോ ചെയ്യുന്നത്? That time does our faith waver? Are we disappointed and discouraged? അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വിശ്വാസം ചഞ്ചലപ്പെടുകയാണോ, നാം അധൈര്യപ്പെടുകയാണോ ചെയ്യുന്നത്? But not this woman. എന്നാൽ ഈ സ്ത്രീ അങ്ങനെയല്ല. She was courageous and she already accepted that Jesus is the son of David. അവൾ ധൈര്യമുള്ളവൾ ആയിരുന്നു. യേശു ദാവീദ് പുത്രൻ ആണ് എന്ന വസ്തുത അവൾ അറിഞ്ഞിരുന്നു, സ്വീകരിച്ചിരുന്നു. When our prayers sometimes are met with silence, actually God is shaping our faith, He's sharpening our faith, He's opening other doors of opportunity for us, so we must wait patiently. നമ്മുടെ പ്രാർത്ഥനയിൽ നാം ദൈവസന്നിധിയിൽ വരുന്നതായ സമയം ചിലപ്പോൾ ദൈവം മൗനമായി ഇരിക്കുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവം നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. Verse 23 says, But his disciples came and urged him, saying, Send her away, for she cries out after us. 23ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് ആവശ്യപ്പെടുന്നു. His disciples made her feel so unworthy. ശിഷ്യന്മാർ നോക്കിയപ്പോൾ അവൾ ഒരു അയോഗ്യ ആയി കാണപ്പെടുകയാണ്. How often we also in our life make other people unworthy. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മറ്റ് മനുഷ്യരെ നാം അയോഗ്യരായി കൽപ്പിക്കുന്നു. But Jesus was listening to her pleas. He was silent, but he was listening, and he did not send her away. യേശുവിടെ മൗനമായിരുന്നു എങ്കിലും അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവളെ പറഞ്ഞേക്കാൻ തക്കവണ്ണം താൻ He was actually testing her faith and waiting for something deeper to see in her. യഥാർത്ഥത്തിൽ യേശു അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയായിരുന്നു. അവളിൽ എന്തോ വ്യത്യസ്തമായ ഒരു കാര്യം യേശു നിരീക്ഷിച്ചു. At last he broke his silence. അവസാനം തന്റെ നിശബ്ദത അവൻ തകർത്തു. Verse 24 says, But he answered and said, I was not sent except to the lost sheep of the house of Israel.
24-ാം വാക്യത്തിൽ ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് കാണാതെ പോയ ആളുകളുടെ അടുക്കളയ്ക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞു. Jesus, it is so unlike Jesus to talk so rudely, but then what he was trying to give a lesson to the disciples. He was saying, when he was saying this, it is like Jesus saying he's only coming for the salvation of the Israelites. ഇവിടെ ശിഷ്യന്മാർക്ക് യേശു ഒരു പാഠം നൽകുന്നത് ഇപ്രകാരമാണ്. അവരെ ഭരിച്ചിരുന്നതായ ചിന്താഗതി എന്ന് പറയുന്നത് യേശു ഈ ഭൂമുഖത്തേക്ക് വന്നത് ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം ആയിരുന്നു എന്ന ചിന്ത അവരെ ഭരിച്ചിരുന്നത് കൊണ്ട് അവരെ പഠിപ്പിക്കാൻ തക്കവണ്ണം യേശു ശ്രമിക്കുകയാണ്. ഈ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നതായ ഒരു അഹംഭാവ മനോഭാവം എന്താണോ അതിനെ തകർത്തെറിയുവാൻ തക്കവണ്ണം യേശു ശ്രമിച്ചു. This woman felt very rejected and humiliated, but she held on. Faith never gives up. ഈ സ്ത്രീ വളരെയധികം തകർക്കപ്പെട്ടതായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടതായ ഒരു അവസ്ഥയിൽ ആയിരുന്നു എങ്കിലും അവളുടെ വിശ്വാസം അചഞ്ചലം ആയിരുന്നു എന്ന് നമുക്ക് ഈ അനുഭവത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവളുടെ വിശ്വാസത്തെ ഒരിക്കലും അവൾ വിട്ടുകളഞ്ഞില്ല. And verse 25 says, then she came and worshipped him. She fell on her knees and she worshipped him and said, Lord help me. 3 words. 25-ാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. She just asked for mercy and she did not tell all the merits that she had. അവൾ കരുണയ്ക്കായി അപേക്ഷിച്ചില്ല. അവൾക്കുണ്ടായിരുന്നതായ ഗുണഗണങ്ങളെ സംബന്ധിച്ചൊന്നും അവൾ വിശദീകരിക്കാൻ തക്കവണ്ണം പോയില്ല. Often we tell God, help us. See, we have done so many good things in our life. We are coming to church, we are paying our tithes, we are giving charity, and because of this, you must help us. We bargain with God. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവത്തോട് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നാം ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളെ കുറിച്ച് നാം ദൈവത്തോട് പറയുന്നു. നാം ആഴത്തിൽ കടന്നു വരുന്നു, ദശാംശം കൊടുക്കുന്നു, ആരാധനയ്ക്ക് എപ്പോഴും സംബന്ധിക്കുന്നു. ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് നാം ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നുണ്ട്. How often we grumble and we wrestle with God as to why God has put us in certain bad circumstances or for the bad things that happen in our life. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ വിറുവിറുക്കുകയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ മോശം അനുഭവങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ട്. Then Jesus said something unusual or extraordinary again in verse 26. യേശു അസാധാരണമായ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 26-ാം വാക്യം വായിക്കുമ്പോൾ verse 26 he said, he answered and said, it is not good to take the children's bread and throw it to the little dogs. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. It was as he was saying that it is not good to take the bread of grace and salvation meant for the children of Israel and give it to the little dogs, meaning the heathens. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് ചിന്തിക്കപ്പെട്ടിരുന്നതായ കൃപയും രക്ഷയും ഒക്കെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന വിധത്തിൽ ഇവിടെ സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നു. Jesus did appear rude and harsh here, but he was trying to teach the disciples a lesson that അവൻ ശിഷ്യന്മാരെ ഇത്തരണത്തിൽ ഒരു പാഠം പഠിപ്പിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. He was trying to tell them that this is how they behave with the heathens when they themselves ask for mercy. അവർ തന്നെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നതായ സമയത്ത് അവർ ഈ പാഠം പഠിക്കേണ്ടിയിരുന്നു. However, the woman was clever and she took this opportunity and turned around Jesus' words. ഈ സ്ത്രീ നല്ല സാമർത്ഥ്യം ഉള്ളവൾ ആയിരുന്നു. യേശു ഉച്ചരിച്ചതായ അരുളി ചെയ്തതായ വാക്കുകളെല്ലാം അവൾ അതേ വഴിയിൽ തന്നെ എടുക്കുകയാണ്. In verse 27 she said, 27-ാം വാക്യത്തിൽ, yes Lord, yet even the little dogs eat the crumbs which fall from their master's table. യേശു പറഞ്ഞതിന് മറുപടിയായിട്ട് അവൾ പറയുന്ന, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ മറുപടി പറഞ്ഞു.
Meaning, even the small mercy and was enough for her salvation and her healing. ഒരു ചെറിയ വിധത്തിൽ ഉള്ള ഒരു കരുണ അവൾക്ക് സൗഖ്യം ഉണ്ടാകുവാനുള്ള ഗുണം മതിയായതായിരിക്കും എന്ന് അവൾ യേശുവിന്റെ സന്നിധിയിൽ അവതരിപ്പിക്കുകയാണ്. Sometimes even these small crumbs of grace and mercy that we get from God is enough for our life. ദൈവത്തിൽ നിന്നും എടുക്കുന്നതായ ആ ചെറിയ നുറുക്കുകൾ അവന്റെ അല്പം കരുണ കൃപ മതിയാവും നമ്മുടെ സൗഖ്യത്തിന്. Now, another story of great faith is found in Matthew chapter 8 verses 5 to 11. മറ്റൊരു അനുഭവം നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വേദഭാഗത്ത് കാണുന്നുണ്ട്. Here is a story of a Roman centurion. ഇവിടെ ഒരു റോമൻ ശതാധിപന്റെ കഥ നമുക്ക് കാണുവാൻ കഴിയും. Can somebody read it in English? Matthew chapter 8 verses 5 to 11. ഇംഗ്ലീഷിൽ ആരെങ്കിലും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം അധ്യായം 5 മുതലുള്ള വേദഭാഗത്ത് വായിക്കും. 8:5 to 11. 8-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വേദഭാഗം ഇംഗ്ലീഷിൽ വായിക്കും. Now when Jesus had entered Capernaum, a centurion came to him, pleading with him, saying, Lord, my servant is lying at home, paralyzed, dreadfully tormented. And Jesus said to him, I will come and heal him. The centurion answered and said, Lord, I am not worthy that you should come under my roof, but only speak a word, and my servant will be healed. For I also am a man under authority, having soldiers under me. And I say to this one, Go, and he goes, and to the other, Come, and he comes, and to my servant, Do this, and he does it. When Jesus heard it, he marveled and said to those who followed, Assuredly, I say to you, I have not found such a great faith, not even in Israel. മലയാളത്തിൽ വായിക്കാം. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. So here's a story of a Roman centurion. He was a man of authority, of Roman authority. റോമൻ ശതാധിപനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അധികാരം കയ്യിൽ ഉള്ളതായ ഒരു വ്യക്തിയായിരുന്നു. But he understood the heavenly authority. എന്നാൽ സ്വർഗീയ അധികാരം എന്താണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കി. He approached Jesus in a very humble way. അവൻ ഒരു എളിമ ഭരിച്ച രീതിയിൽ ആയിരുന്നു യേശുവിനെ സമീപിച്ചത്. And saw in Christ a power greater than Rome. അവൻ നോക്കിയപ്പോൾ റോമിൽ ഉള്ള അധികാരത്തെക്കാളും അതിശ്രേഷ്ഠമായ ഒരുവനാണ് യേശു എന്ന് അവൻ മനസ്സിലാക്കി. When Jesus said that I will come home and heal, he said he didn't want Jesus' divine presence to come to his living home. യേശു ഒരു ദിവ്യ പുരുഷൻ ആയിരിക്കെ ഒരു ദിവ്യ പുരുഷൻ എന്റെ ഭവനത്തിൽ വരണ്ട എന്നുള്ള താല്പര്യം തനിക്കുണ്ടായി. So Jesus was amazed at the centurion's faith, because each centurion just told Jesus, speak the word and my servant will be healed. എന്നാൽ ഈ ശതാധിപൻ അങ്ങനെ ചിന്തിച്ച വേളയിൽ നീ ഒരു വാക്ക് മാത്രം അരുളി ചെയ്താൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം ഉണ്ടാകും എന്ന് അവൻ പറയുന്നു. So Jesus was amazed at the centurion's faith. ഈ ശതാധിപന്റെ വിശ്വാസത്തെ കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു. Your faith in children, in God's children, be it Jews or Gentiles or sinners, always pleases and amazes him. ഈ ദൂതന്മാരായിരുന്നാലും ജാതികളായിരുന്നാലും പലപ്പോഴും യേശുവിനെ ആശ്ചര്യപ്പെടുത്തുന്നതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. So because yesterday evening actually Dr. Evi came home and told me that this particular person in the hospital had given one donation. He was a non-Christian, but then he had the faith that if the church prayed for him, he would get well. Such was the faith. ഇന്നലെ വൈകുന്നേരം ഡോക്ടർ എവി വന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ ആശുപത്രിയിൽ പ്രവർത്തിച്ച വ്യക്തി ആയിരുന്നു, തനിക്ക് അസുഖം ആയി, എന്നാൽ നാം അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ
അവന് സൗഖ്യമുണ്ടാകും എന്ന ഒരു വിശ്വാസം തന്നെ ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. So faith can emerge in unlikely places and hearts. അതുകൊണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും വ്യത്യസ്തമായ ഹൃദയങ്ങളിൽ തന്നെ ജ്വലിക്കുന്നതായ ഒരു അനുഭവമുള്ള ഒരു കാര്യമാണ്. So let me ask my church family. ഞാൻ സഭാ കുടുംബത്തോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. What stage of faith are we in present? യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ളതായ വിശ്വാസമാണ് നമുക്കുള്ളത്, നമ്മെ സ്വാധീനിച്ചിട്ടുള്ളത്? Ephesians chapter 2 verse 8 and 9 says, "For you have been saved through faith. It is a gift of God." എഫേസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം നാം വായിക്കുന്നത്, നാം രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കരുണയാലാണ്, അത് അവന്റെ ദാനമത്രയാകുന്നു എന്നാണ്. So as a Christian, we are always given a small measure of faith. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം എപ്പോഴും വിശ്വാസത്തിന്റെ ഒരു ചെറിയ അളവ് ആണ് നമുക്ക് ഉള്ളതായി നാം അനുഭവപ്പെടുന്നത്. How do we develop it and cultivate it? അങ്ങനെ ആണെങ്കിൽ ഏത് തരത്തിലാണ് നാം വിശ്വാസമായി മുന്നോട്ട് പോകുന്നത്? So little faith is, I think I put a picture there. So when Jesus and disciples were on the boat and the sea was stormy and they were afraid. ഒരു പിക്ചർ ഇവിടെ ഇട്ടിട്ടുണ്ട്. യേശു ശിഷ്യന്മാരും കൂടെ അവർ പടകിൽ യാത്ര ചെയ്യുകയായിരുന്നു. And when they were afraid, Jesus says to them, "Why are you afraid, O ye of little faith?" കൊടുങ്കാറ്റടിച്ചു. അവർ ഭയപ്പെട്ടതായ വേളയിൽ യേശുവോട് ചോദിക്കുന്നു, നിങ്ങൾ അല്പ വിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? Most of us are in this stage of faith. ഈ വിശ്വാസത്തെ സംബന്ധിച്ച ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ അധികം പേരും. Little faith is wavering, doubting, restless. അല്പ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ചഞ്ചലപ്പെടുന്നത് ആയിരിക്കും എന്നത് നാം എല്ലാവരും മനസ്സിലാക്കണം. Or do we have great faith like the Canaanite woman in the ഈ century? കനാന്യ സ്ത്രീയെ പോലെ അല്ലെങ്കിൽ ഈ ശതാധിപനെ പോലെ നമുക്ക് വലിയ വിശ്വാസം ഉള്ള അനുഭവത്തിലാണോ നാം എല്ലാവരും? Or do we have perfect faith like Abraham, who sacrificed his only loving son? അബ്രഹാം തന്റെ ഏക ജാതനായ താൻ സ്നേഹിക്കുന്ന മകനെ ത്യാഗം കഴിച്ചു എന്ന് നാം വായിക്കുന്നു. ആ അബ്രഹാമിന് ഉണ്ടായിരുന്നതുപോലെ ഒരു വലിയ വിശ്വാസമാണോ നമുക്കുള്ളത്? Abraham had faith failures, but then he graduated in the school of faith by this obeying God. അബ്രഹാം ദൈവത്തെ അനുസരിച്ചതിലൂടെ വിശ്വാസം എന്ന ആ വിദ്യാലയത്തിൽ നിന്നും അവൻ ബിരുദം നേടിയവനാണ്. Now walking in faith, how do we walk in faith? വിശ്വാസത്തോടെ നടക്കുക എന്ന് പറയുമ്പോൾ നാം എങ്ങനെയാണ് വിശ്വാസത്താൽ നടക്കുന്നത്? Firstly, we learn to listen to God. ആദ്യമായിട്ട് നാം ദൈവത്തെ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി. By reading the word of God, through the word He speaks to us. നാം ദൈവത്തിന്റെ വചനം വായിക്കുകയും ദൈവത്തിന്റെ വചനത്തിലൂടെ അവൻ നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു. Learning to obey God by obeying the principles which are written in the Bible. ദൈവത്തെ അനുസരിപ്പാൻ തക്കവണ്ണം പഠിക്കുന്നത് ദൈവ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ ഉപദേശങ്ങൾ നാം മനസ്സിലാക്കുകയും അതിൻപടി നടക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. This Bible is the fuel to our faith. ഈ ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായ ഒന്നാണ്. First and thirdly, the seeking Him first in our lives above everything else. മൂന്നാമതായിട്ട് എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ നാം അവനെ അന്വേഷിക്കുക. Seeking first the kingdom of God, and all these things shall be added unto you. അവന്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കുകയാണെങ്കിൽ അതോടുകൂടെ സകലവും നമുക്ക് നൽകപ്പെടും എന്ന് നാം വായിക്കും. Learning to depend on God. മൂന്നാമതായിട്ട് അവനിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം നാം പഠിക്കണം. Because God said that He will supply all our needs according to His riches in കാരണം Christ. അവന്റെ ധനത്തിനൊത്തവണ്ണം സകല അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കും എന്ന് അവൻ വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. Also He has said, I can do all. Also we know that He has said, we can do all things through Christ that strengthens us. I can do all things through Christ. I can do all things through Christ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. The verse that says about depending upon God is trust in the Lord with all your heart and lean not on your own understanding. നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ ആശ്രയിക്കുക.
Now, sometimes we have to acknowledge faith failures. In our journey of faith, sometimes when we are faced with obstacles and temptations, sometimes we will stumble and fall. So we have to ask God to strengthen our faith, then get up and proceed. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുന്നതായ സമയം ചിലപ്പോൾ നാം ചഞ്ചലപ്പെടുന്നവരായി കാണപ്പെടുകയും ഇടറി വീണു പോകുന്നതായ അനുഭവം നമുക്കുണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മെ ബലപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. James chapter 1 verse 2 and 3 says, "Consider it pure joy, my brothers and sisters, whenever you face trials of many kinds, because you know the testing of your faith produces patience." യാക്കോബിന്റെ ലേഖനം James 1 2 and 3. ഒന്നാം അധ്യായം 2-3 വാക്യം. James 1 2 and 3. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. So, and the last verse, the last step in how we walk with God is allowing the Holy Spirit to dwell within. എപ്രകാരം കർത്താവ് നടന്നു എന്ന് നാം മനസ്സിലാക്കുന്നതായ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവനെ നടത്തുവാൻ തക്കവണ്ണം അവൻ അനുവദിച്ചിരുന്നു. So the Holy Spirit is our guide and our compass in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ നടത്തേണ്ടിയിരിക്കുന്നു. Now, what are the obstacles of faith as we walk in faith? നാം വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതായ സമയം ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. The obstacles are on human reasoning. Sometimes we reason, how can God create such a universe? Theory of evolution. Science sometimes conflicts. ചിലപ്പോൾ മനുഷ്യ യുക്തിയിൽ നാം ആശ്രയിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു അഖിലാണ്ടം ദൈവത്തിനെ എങ്ങനെ സൃഷ്ടിപ്പാൻ കഴിയും, ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് ഉണ്ടായേക്കാം. Sometimes we only live by sight. Only seeing is believing, but faith is not seeing. ചിലപ്പോൾ നാം കാഴ്ചയാൽ മാത്രം വിശ്വസിക്കുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വചനം പറയുന്നു. Surrendering to our feelings of doubt and anxiety. പെട്ടെന്ന് സംശയത്തിന്റെയും ഉത്കണ്ഠയുടെയും ഒക്കെ ഒരു ചിന്ത നമ്മൾ കടന്നു വരുന്നു. Negative counsel from our friends. ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരിൽ നിന്നും എടുക്കുന്നതായ ഉപദേശങ്ങൾ കാരണമായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. Feelings of guilt from our past. നമ്മുടെ പഴയ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായ ചില കുറ്റബോധങ്ങൾ നമ്മെ നയിച്ചേക്കാം. Sometimes we don't read the Bible, so we will not have faith, neglecting the word of God. ചിലപ്പോൾ ദൈവവചനം വായിക്കാതെ അത് അവഗണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതായ സമയം നമ്മുടെ വിശ്വാസം പതറിപ്പോകുന്ന അവസ്ഥയിലാകും. Sometimes continuing in sin, because if you continue in sin, you will not have faith. വീണ്ടും നാം പാപത്തിൽ തന്നെ തുടർന്ന് ജീവിക്കുകയാണ് എങ്കിൽ ആ ഒരു അനുഭവത്തിലാകുമ്പോൾ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല. Listening to Satan's tactics. സാത്താന്റെ തന്ത്രങ്ങളെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ When he told you, eat the fruit and you will not die. സാത്താൻ പറഞ്ഞു, നീ തിന്നുക, നീ മരിക്കുകയില്ല. So there's another picture of other people who are faithful in this in the Bible, in the Old Testament. Joshua, Caleb, and David, Daniel. They all focused on God, and not on like Joshua and Caleb. They did not focus on the giants, and Daniel did not focus on the lions. So these are all people of faith who just focused on God. പഴയ നിയമത്തിൽ പലരുടെയും അനുഭവങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് യോശുവയുടെയും കാലബിന്റെയും ഒക്കെ അനുഭവം വായിക്കുന്ന ഈ സമയം അവർ ആരും തന്നെ വിശ്വാസത്തിൽ പതറിപ്പോകാതെ ഉറച്ചു നിന്ന വീരന്മാർ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Shadrach, Meshach, Abednego in the fiery furnace. അതുപോലെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ ആ എരിയുന്ന തീച്ചുളയിൽ എറിയപ്പെട്ടതായ സമയം അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. Faith and fear opposite. When there is faith, there is no fear. വിശ്വാസം എന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലൊരിക്കലും ഭയം ഇല്ല. Faith which works is very pleasing to God. വിശ്വാസത്തിൽ നാം മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ അത് എപ്പോഴും ദൈവത്തിന് പ്രസാദകരമായിരിക്കും. അതിനോടൊപ്പം തന്നെ പ്രവൃത്തിയും ഉണ്ടായിരിക്കണം. In last week's devotion we had read about
Jesus asking Martha to remove the stone from the grave of Lazarus. So only when we do something and we ask God for faith, He said He is most willing to fulfill our wishes. നാം മാർത്തയുടെ അനുഭവം വായിക്കുന്ന സമയം കർത്താവ് മാർത്തയോട് നീ ആ കല്ല് ഉരുട്ടി നീക്കുക എന്ന് മാത്രമാണ് അവരോട് ആവശ്യപ്പെട്ടത്. So He wants us to act along with our faith. നമ്മുടെ വിശ്വാസത്തോടൊപ്പം നമ്മുടെ പ്രവൃത്തിയും കൂടെ അവൻ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. During His mission on this earth, Jesus never refused any intercessory prayers. യേശുവിന്റെ ജീവിത അനുഭവത്തിൽ നാം നോക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും ഈ വിശ്വാസം കൈവെടിഞ്ഞില്ല. He always encouraged people to pray for others. അവൻ എല്ലായ്പ്പോഴും മനുഷ്യരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പ്രേരിപ്പിക്കും. Like the Canaanite woman, the centurion, then Jairus' daughter, Peter's mother-in-law. കനാന്യ സ്ത്രീ, ശതാധിപൻ, യായിറോസിന്റെ അനുഭവം ഇവിടെ എല്ലാം നോക്കിയതാണ് കാണുവാൻ He കഴിയും. cared for everybody, did not turn anybody away. എല്ലാവരെയും അവൻ സൗഖ്യമാക്കി, ആരെയും അവൻ ഉപേക്ഷിച്ചില്ല. If you look at the two sisters, Mary and Martha in the Bible, ബൈബിളിൽ കാണുന്ന മാർത്തയുടെയും മറിയയുടെയും അനുഭവം നോക്കുമ്പോൾ whose faith was Jesus happy with? അവരുടെ വിശ്വാസത്തിൽ യേശു സന്തുഷ്ടനായിരുന്നു. Martha was busy and burdened, but Mary was always resting at the feet of Jesus. So മാർത്ത അവരുടെ വേലയിൽ വ്യാപൃതയായി തിരക്ക് ഏറിയതായ അവസ്ഥയിലായിരുന്നപ്പോൾ മറിയ യേശുവിന്റെ സന്നിധിയിൽ ആയിരിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. So do you want to be a Mary or a Martha? നിങ്ങൾക്ക് ഒരു മാർത്ത ആയിത്തീരണമോ അതോ മറിയ ആയിത്തീരണമോ? God honors those who do not give up their faith. ദൈവം മനുഷ്യർ വിശ്വാസം ഉപേക്ഷിക്കാതിരിക്കുന്ന വേളയിൽ അവൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. Once again we go back to the story of the Canaanite woman. ഒരിക്കൽ കൂടി നമുക്ക് കനാന്യ സ്ത്രീയുടെ കഥയിലേക്ക് നമുക്ക് പോകാം. Verse 28, actually left out. Verse 28, Jesus answered him to her and said, "O woman, great is your faith. Let it be as you desire." And her daughter was healed from that very hour. 28-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു അവളോട് മറുപടിയായി പറയുന്നതായിട്ട് നാം കാണും. This story about the Canaanite woman leaves us with many lessons. ഈ കനാന്യ സ്ത്രീയുടെ അനുഭവത്തിൽ നിന്നും നാം അനേക പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. Faith is about persisting. When heaven falls silent, faith should keep pressing. വിശ്വാസം എന്ന് പറയുന്നത് സ്വർഗം മൗനമായി ഇരിക്കുന്ന ആ വേളയിലും അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. Faith requires humility and surrendering and waiting for God to supply our needs. വിശ്വാസം എന്നത് നമ്മുടെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റി തരുന്നു എന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Faith pushes back barriers like religion, caste, anything. It pushes back barriers, offenses, insults that we face in our life. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, പ്രതിബന്ധങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അവയൊക്കെ നീക്കം ചെയ്ത് നാം വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. Faith sees abundance in the small crumbs that God can give us. Even God's crumbs of mercy, small crumbs are enough for our survival. ഈ വിശ്വാസം എന്നത് നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, അവന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാവുന്നതായ ഒന്നാണ്. This woman's mountain moving faith helped her to triumph. ഈ സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പർവ്വതത്തെ നീക്കം ചെയ്യത്തക്ക വിധത്തിൽ ഉള്ളതായ ഒരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. What mountain stands before you today? ഈ പർവ്വതം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്ന് നാം ചിന്തിക്കണം. Is it sickness, fear, tragedies, ചിലപ്പോൾ രോഗങ്ങൾ, ചിലപ്പോൾ ഭയങ്ങൾ, ചിലപ്പോൾ ദുരിതങ്ങൾ, broken relationships, ചിലപ്പോൾ തകർന്ന ബന്ധങ്ങൾ, refuse to give up. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പലതും ഉണ്ടായേക്കാം. അവയെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം നാം മനസ്സ് കണ്ടാതിരിക്കുന്നതായ അവസ്ഥ. Jesus said that even if you have a faith as a mustard seed, you can move mountains. യേശു പറഞ്ഞു, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പർവ്വതത്തെ മാറ്റുവാൻ തക്കവണ്ണം കഴിയും. So let us rest in the faithfulness of God
Because God said, even if we are faithless, God is faithful. അതുകൊണ്ട് ദൈവത്തിന്റെ ആ വിശ്വസ്തതയിൽ നാം ആശ്രയിക്കണം. നാം വിശ്വസ്തർ അല്ല എങ്കിലും അവൻ വിശ്വസ്തനാണ്. In our demanding profession in the hospital as medical personnel, we ആശുപത്രിയിലെ ഒരു വൈദ്യവേലയിൽ വ്യാപകരായിരിക്കുന്നതായ അവസ്ഥയിൽ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ faith provides a lot of emotional and spiritual grounding. വിശ്വാസം പലപ്പോഴും വൈകാരികമായ പല അവസ്ഥയിലും പല ഗുരുവിന്റെ അവസ്ഥയിലും ഒക്കെ ചിലപ്പോൾ നയിക്കുന്ന അനുഭവം ഉണ്ടായേക്കാം. Our hands are instrument. Our hands are instrument. നമ്മുടെ കരങ്ങൾ എപ്പോഴും ഉപകരണങ്ങളാണ്. Medical knowledge and technology will guide the procedures of the surgery. വൈദ്യശാസ്ത്രപരമായ പരിജ്ഞാനം ചില ശസ്ത്രക്രിയകളിൽ പര്യാപ്തം ആയി എന്ന് വരികയില്ല. But faith will provide the peace and focus under extreme pressure. എന്നാൽ അത്രയും ഒരു സമ്മർദ്ദത്തിൽ ആയിരിക്കുന്ന വേളയിൽ ആ വിശ്വാസം ആണ് നമ്മെ നിലനിർത്തുന്നത്. I think Dr. Ravi and the other doctors and nurses will understand what I am telling. ഞാൻ പറയുന്നത് എന്താണ് എന്നുള്ളത് ഡോക്ടർ എബിക്കും മറ്റ് നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ ഇത് മനസ്സിലാക്കുവാൻ കഴിയും. When Billy Graham, the great evangelist, was asked how he wanted to be remembered, he is no more, he's passed away, but when he was asked how he wanted to be remembered, he said, I want to be remembered as being faithful to my God, faithful to my family, and faithful to my calling. ഒരു നല്ല സുവിശേഷകൻ എന്ന നിലയിൽ അദ്ദേഹം ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഇല്ല, മരണപ്പെട്ടു പോയി. എന്നാൽ തന്റെ വിളിയെ ഓർത്ത് എപ്പോഴും ആ വിളിയോട് വിശ്വസ്തത പുലർത്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവിത അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. And he said, I want to be faithful to my God, my family, and my calling. എന്റെ ദൈവത്തോട് എല്ലായ്പ്പോഴും വിശ്വസ്തൻ ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. On a lighter note, I just want one picture that I put up. Recently, there was a cricket match in the Wankhede Stadium between England and India, and you can see this small. ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരു കളിയുടെ പടം ഞാൻ ഇവിടെ ഇടുകയുണ്ടായി. You can see that small boy. He's praying and he's standing right in front of Sanju Samson. I think you know this. So, and he's praying, and India won by 7 runs that day. And many people said this. നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ബാലൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ദിവസത്തിൽ 7 റൗണ്ട് അവൻ ഓടുകയും ചെയ്തു. ഇന്ത്യ ആ മാച്ചിൽ ജയിക്കുകയുണ്ടായി. So we see a picture of innocence, faith, prayer, and of course that's what we see here. ഒരു പടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു നിരപരാധിത്വത്തെയും വിശ്വാസത്തെയും ഒക്കെയാണ്. So prayer and faith together is a win-win situation. അതുകൊണ്ട് പ്രാർത്ഥനയും വിശ്വാസവും ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളിൽ നമുക്ക് അനിവാര്യമായ കാര്യങ്ങളാണ്. Do we want Jesus to address as woman of great faith? നല്ല വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയെ എന്ന് യേശു അഭിസംബോധന ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകണമോ? Let us depart from here reading this verse, Hebrews chapter 12 verses 1 to 2. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും തിരിയാം. Hebrews 12 verses 1 and 2. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Therefore we also, since we are surrounded by so great a cloud of witnesses, let us lay aside every weight and the sin which so easily ensnares us, and let us run with endurance the race that is set before us, looking unto Jesus, who is the author and finisher of our faith, who for the joy that was set before him, he endured the cross, despising the shame, and has sat down at the right hand of the throne of God. ആകയാൽ നാം നമ്മുടെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും കൂട്ടുവെക്കുന്നവരുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു.
It is our prayer that may the good Lord help us to walk this life of faith by giving us the grace and mercy so that we lead lives well pleasing unto God. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായ സമയത്ത് അവന്റെ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച് അവന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം.